ടുഗെദർ കാത്തിരുന്ന് തിയേറ്ററിൽ കണ്ടത് വെറുതെ ആയില്ല. ഞാൻ ഈ വർഷം കണ്ടതിൽ ഏറ്റവും വിയേർഡായ ഒരു ഹൊറർ സിനിമ. അടിപൊളിയായിരുന്നു. ഏതായാലും ഈ വർഷം ഹോളിവുഡ് ഡെലിവർ ചെയ്ത 4 പടവും കിണ്ണം കാച്ചി പടങ്ങളായിരുന്നു. ടുഗെദർ ഒരു ബോഡി ഹൊറർ സിനിമയാണ്. എനിക്ക് സിനിമ കണ്ടപ്പോൾ സബ്സ്റ്റൻസ് എന്നൊരു സിനിമ കണ്ടൊരു ഫീലാണ് കിട്ടിയത്. സബ്സ്റ്റൻസിലെ ലാസ്റ്റ് ഒരു വളരെ ഡിസ്റ്റർബിംഗ് ആയ വളരെ ക്രീപ്പി ആയ ഒരു സംഭവമുണ്ട്. അപ്പൊ ഏകദേശം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കപ്പിൾ എല്ലാത്തിൽ നിന്നും മാറി ഒരു എസ്റ്റേറ്റിലോട്ട് മാറി താമസിക്കുകയാണ്. അവരൊരു ദിവസം ട്രെയിനിനായിട്ട് ഇറങ്ങുന്നു. ആ ട്രെയിനിന് പോണതിനിടയ്ക്ക് അവരൊരു കുഴിയിൽ വീഴുന്നു. ആ കുഴിയിൽ വീണ് കഴിഞ്ഞിട്ട് അവർ ദാഹിക്കുമ്പോൾ ഒരു പോണ്ട് ഉണ്ട് അവിടെ. ആ പോണ്ടിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. പിന്നീട് നടക്കുന്നത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. വളരെ വളരെ ഇന്നോവേറ്റീവ്, വളരെ യുണീക്കായ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഭയങ്കര ഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്തത്. എത്ര വിചാരിച്ച പോലും നമുക്ക് വേറൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയും ഒരു പുതിയ കൾട്ട് എക്സ്പീരിയൻസ്. എനിക്ക് ആകളുടെ പ്രാർത്ഥന ഇങ്ങനത്തെ ഒരു കൾട്ട് ശരിക്കും ഉണ്ടാവല്ലേന്ന്. അത്രയും വിയേർഡായ ഒരു കൾട്ട് തന്നെയാണത്. 1.25 മണിക്കൂർ ഇങ്ങനെ പേടിച്ച് അസ്വസ്ഥനായിട്ട് കണ്ടിരിക്കാം. നെഗറ്റീവ്സ് ആയിട്ട് തോന്നിയത് ഈ സിനിമയുടെ ക്ലൈമാക്സ് എത്ര പേർ കണക്ട് ആവും, എത്ര പേർക്ക് ഡൈജസ്റ്റ് ആവും എന്ന് അറിയില്ല. പക്ഷെ എന്നാലും ആ റിസ്ക് ഡയറക്ടർ എടുത്തതിന് ഒരു കമന്റബിൾ സംഭവമായിട്ട് തന്നെ പറയാൻ പറ്റും. മൈക്കിൾ ഷാങ്സ് എന്ന ഡയറക്ടറിന്റെ ഡെബ്യൂ സിനിമയാണ്. ആദ്യത്തെ പടം തന്നെ ആ കഴിവുണ്ടെന്ന് തെളിയിച്ചു. എങ്ങനെ ആൾക്കാർക്ക് പുതിയ എക്സ്പീരിയൻസ് കൊടുത്ത് വിസ്മയിപ്പിക്കാം എന്ന് നന്നായിട്ട് അറിയാം എന്ന് കാണിച്ചാതിരിക്കുകയാണ്. സൗണ്ട് ഡിസൈൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എല്ലാം ആ ഒരു ഹോറർ സ്കെയറി ഓറ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി സൗണ്ട് ഡിസൈൻ, അതാണ് നമ്മളെ കൂടുതൽ ഇങ്ങനെ പേടിപ്പിക്കുക. വിഷ്വൽസ് തകർത്തു. ഡേവിന്റെയും ആലിസന്റെയും പെർഫോമൻസും കിടുക്കൻ സാധനമായിരുന്നു. ഇവർ രണ്ടുപേരും അവരെ ശരിക്കും അനുഭവിക്കുകയാണ്, ഭയങ്കരമായിട്ട് പേടിക്കുകയാണെന്ന് നമുക്കത് അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. വെപ്പൺസ്, ബ്രിങ് ഹർ ബാക്ക് ടുഗെദർ, ഈ മൂന്നിലും ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യുന്നത് ബ്രിങ് ഹർ ബാക്കും ടുഗെദറിനാണ്. ഈ രണ്ടും ഭയങ്കര വർത്ത് ദ ടിക്കറ്റ് പ്രൈസ് ആയിരുന്നു. വെപ്പൺസും സൂപ്പർ ആയിരുന്നു, പക്ഷെ വെപ്പൺസ് കൂടുതൽ ഹൊറർ ഡ്രാമ എന്ന് വേണേൽ വിശേഷിപ്പിക്കാം. ഈ 3 പടവും ഇപ്പോഴും തിയേറ്ററിൽ റണ്ണിങ് ആണ്. കണ്ടു നോക്കൂ. ഹൊറർ ഫാൻസ് എന്തായാലും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. 3 എണ്ണം കാണാൻ പറ്റുമെങ്കിൽ 2 എണ്ണം കാണുക. ഏതായാലും ടുഗെദർ ഒരു കിടിലൻ ഹൊറർ എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിച്ചത്.